ആസ്ട്രലോപിത്തിക്കസ് എന്ന മനുഷ്യന്റെ ആദ്യ വർഗത്തിൽ നിന്നും SRGAP2 എന്നൊരു ജീൻ കണ്ടെത്തിയിരുന്നു. അതാണ് മനുഷ്യന്റെ ബുദ്ധിവികാസത്തിന് കാരണമായ ന്യൂറോൺ കോശങ്ങളുടെ വളർച്ചയ്ക്ക് ഹേതുവായത് എന്ന് പഠനങ്ങൾ പറയുന്നു. കൂടുതൽ അന്വേഷണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ആഫ്രിക്കയിൽ നിന്നും ആ വർഗം ലോകം മുഴുവൻ പരക്കുകയായിരുന്നു എന്നാണ്. മനുഷ്യർ പരിണമിച്ചെത്തിയ വർഗമായ ഹോമോ ഹീഡൽബർജൻസസ് ലോകത്തിലെ പല ഭാഗങ്ങളിലേക്കും സഞ്ചരിച്ചിരുന്നു. അങ്ങനെ നിയാൻഡർതാൽ മനുഷ്യരും ഡെനിസോവൻസും തുടങ്ങി പലതായി വേർതിരിഞ്ഞു. എന്നാൽ ആഫ്രിക്കയിൽ നിന്നും പുറത്തേക്ക് പോകാൻ മടിച്ച ഒരു വർഗമായിരുന്നു ഹോമോസാപ്പിയൻസ്. ഈ വാദത്തെ തെളിയിക്കുന്നത് 2004 എത്യോപ്യയിലെ ഒരു നദിക്കരയിൽ നിന്നും കിട്ടിയ 1,95,000 വർഷം പഴക്കമുള്ള ഹോമോസാപ്പിയൻ അവശിഷ്ടമാണ്. പിന്നീട് ആഫ്രിക്കയിൽ നടന്ന ചില പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഹോമോസാപ്പിയൻസ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിപ്പെടുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു യാത്രയിൽ നിയാൻഡർതാൽ മനുഷ്യരടക്കമുള്ള പല മനുഷ്യ വിഭാഗങ്ങളിൽ നിന്നും അവർക്ക് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാലങ്ങൾ കൊണ്ട് അവരിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ആദിമ മനുഷ്യന്റെ ചരിത്രം അന്വേഷിച്ചാൽ ഒരു പരിധിവരെ ലഭിക്കാവുന്ന വിഷയങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും.